ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതായത് നോവ സദോയ് ഒരു ഫ്രീ കിക്ക് എടുക്കുന്നു, അത് ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ട് ഗോളായി മാറുന്ന ഒരു വീഡിയോയാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അഭിപ്രായങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രീ കിക്ക് ടേക്കർ അത് അഡ്രിയാൻ ലൂണയാണ്. ലൂണ ഇല്ലെങ്കിലാണ് മറ്റേതെങ്കിലും താരം ആ ഒരു ഫ്രീ കിക്ക് എടുക്കാറുള്ളത്. പക്ഷെ ഒരുപാട് കാലമായി ഫ്രീക്കുകളിൽ നിന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ലൂണക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതായത് ഫ്രീ കിക്കുകൾ ഗോളാക്കി മാറ്റാൻ ലൂണക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ സീസണിൽ നിരവധി ഫ്രീ കിക്കുകളാണ് ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഒരെണ്ണം പോലും ഗോളായി മാറിയിട്ടില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ സൂപ്പർ കപ്പ് മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 8 ഫ്രീ കിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫലപ്രദമായ രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 2021-22 സീസൺ വരെ ലൂണയുടെ ഫ്രീ കിക്കുകൾ ഫലം കണ്ടിരുന്നു. പക്ഷെ ആ ഒരു പഴയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ ലൂണക്ക് കഴിയുന്നില്ല. അതിപ്പോൾ ഫ്രീ കിക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഗോളടിക്കുന്ന കാര്യത്തിലും ലൂണ ഒരൽപ്പം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം കഴിഞ്ഞ ISLൽ ഒരൊറ്റ ഗോൾ പോലും നേടാൻ അഡ്രിയാൻ ലൂണക്ക് കഴിഞ്ഞിട്ടില്ല. വലിയ ഒരു ഗോൾ ക്ഷാമം ഇപ്പോൾ അദ്ദേഹം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണക്ക് പകരം മറ്റാരെങ്കിലും ഫ്രീ കിക്ക് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകരെങ്കിലും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് മലയാളി താരമായ വിപിനെയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ അണ്ടർ-23 ടീമിന് വേണ്ടി വിപിൻ ഒരു ഫ്രീ കിക്ക് എടുത്തിരുന്നു, അത് ഗോളായി മാറുകയും ചെയ്തിരുന്നു. വിപിൻ നല്ല ഒരു ഫ്രീ കിക്ക് ടേക്കർ ആണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇനി അതല്ല, നോവ സദോയെ പോലെയുള്ള മറ്റു മികച്ച താരങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണയെ മാറ്റി മറ്റു താരങ്ങളെ ഫ്രീ കിക്കുകളിൽ ഇപ്പോൾ പരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.